ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ കക്കാർച്ചി ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് കക്കാർച്ചി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ കക്കാർച്ചി ഞാൻ ക്ലീൻ ചെയ്ത് ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടി തിരുമ്മി വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടത് മുളക് പൊടി 2 സ്പൂൺ, 1 സ്പൂൺ മല്ലിപ്പൊടി, കറിവേപ്പില, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള അരിഞ്ഞത്, ഒരു ഇത്തിരി ഇഞ്ചി കട്ട് ചെയ്തത്, കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിലേക്ക് അത്യാവശ്യം ഉപ്പും വെളിച്ചെണ്ണയും വേണം. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടപ്പ് വയ്ക്കാം. ഇപ്പോൾ അത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തീ കത്തിച്ച്, ചെറു തീ മതി, വലിയ തീ വേണ്ട. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് മൂത്തിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ മൂത്തിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. മൂക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. വേഗം ഒരു ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്ക് സവാള മൂത്ത് കിട്ടും. ഉള്ളിയുടെ നിറം മാറി ബ്രൗൺ കളറായി തുടങ്ങി. നമുക്ക് കക്കാർച്ചി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ മുളകൊക്കെ പുരട്ടി ഒരു 15 മിനിറ്റ് ഫസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് സവാളയൊക്കെ വഴറ്റി ഇനി അതിലേക്ക് കക്കാർച്ചി ഇട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കക്കാർച്ചിയിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് ഒന്ന് നന്നായിട്ട് വെന്തോളും. നമുക്കിത് ഒന്ന് പൊത്തി വെച്ച് മൂടി വയ്ക്കാം. തട്ടി പൊത്തി വെച്ചിട്ട് നമ്മുടെ കക്കാർച്ചി ഒന്ന് നന്നായിട്ട് കക്കാർച്ചി വരണ്ട് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി നേരം നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കും. ഇതിലൂടെ കിടന്ന് നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കും. നമ്മുടെ കക്കാർച്ചി നന്നായിട്ട് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി വറുത്തെടുക്കണം. എന്നാന്ന് വെച്ചത് പോരാ, ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ആവാനുണ്ട്. ഒന്നും കൂടി റെഡി ആവട്ടെ. നമ്മുടെ കക്കാർച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തീ കടത്തി വെച്ച് വേറെ പാത്രത്തിലേക്ക് അപ്പോൾ നമ്മുടെ കക്കാർച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.